കണ്ണൂർ ക്യാമ്പസ് രാഷ്ട്രീയത്തിനോട് പൊതുവെ ഒരു ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നല്ലേ എല്ലാവർക്കും? ഉണ്ട്. കണ്ണൂർക്കാർ പൊതുവെ നല്ല ആൾക്കാരാണ്. പിന്നെ ഈ രാഷ്ട്രീയമൊക്കെ പറഞ്ഞ ആൾക്കാർ വെറുതെ പേടിപ്പിച്ച് വെച്ചാൽ നല്ല സ്നേഹവും നമ്മുടെ വീട്ടിലൊക്കെ ഒരാള് അതൊക്കെ എല്ലാ കാര്യത്തിലും ഇല്ലെന്ന്. നമ്മുടെ നാട്ടിലൊരു സാധാരണ ഒരാൾ വന്നത് അതൊരു ജനറലൈസേഷൻ ആണ്. ബോംബ് പൊട്ടിയിട്ടുണ്ടെന്നല്ലാതെ നമ്മൾ കയറ്റി ഫുഡ് കൊടുത്തിട്ട് നമ്മൾ വിടും. ഇല്ല, നല്ല ഫുഡ് നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. പിന്നെ എങ്ങനെയാ ഏതൊരു സന്ദർഭത്തിലായിരിക്കും കണ്ണൂർ ഭയങ്കര വയലൻസിലേക്ക് പോയത്? സ്നേഹം കൂടി കഴിഞ്ഞാലും പ്രശ്നമല്ലേ? ഞാൻ ചോദിക്കട്ടെ, രണ്ടുപേരും തമ്മിൽ പ്രണയിക്കുകയാണ്, ഒരാളെ ചതിച്ച് എന്ത് ചെയ്യും? ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് എന്താ? അല്ല, നമ്മളീ പറയില്ല, ഇപ്പൊ പൊതുവെ ഇവിടെ വലിയ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കാറില്ലല്ലോ. പൊതുവെ രാഷ്ട്രീയ ഇപ്പം കണ്ണൂരിൽ മാറി തിരുവനന്തപുരം, ഇടുക്കിയൊക്കെ അല്ല, നോർമലി എല്ലാ നാടുകളിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്തേക്ക് നമ്മൾ രാഷ്ട്രീയ കൊലപാതകം കേരളം മുഴുവൻ സംഭവിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്താണ് കണ്ണൂർ ഭയങ്കരമായിട്ട് നമ്മളടക്കമുള്ള ആൾക്കാർക്ക് പേടി തോന്നിയ സമയം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ജീവിക്കുന്ന നമുക്ക് ബോർഡറിൽ ജീവിക്കുന്ന ആൾക്കാരെ പോലെ ആയിരിക്കും ചിലപ്പോൾ. പക്ഷെ കണ്ണൂർക്കാർ പൊതുവെ എപ്പോഴും ഒരു SFI അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അങ്ങനെ ഒരു ചായവുള്ള ആൾക്കാരാന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ എനിക്കൊന്ന് ക്യാമ്പസിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ SFI എന്നല്ലേ, ഏത് എവിടെ എടുത്തു നോക്കിയാലും SFI തന്നെയാണ് കുറച്ച് സ്ട്രോങ് എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കണ്ണൂർ ഇപ്പം ഞാനിപ്പം ഈ 2 സിനിമയുടെ ഭാഗമായിട്ടാണ് കണ്ണൂർ പോയിട്ടുള്ളത്. പൂവൻ എന്ന സിനിമയുടെ ഭാഗമായിട്ട് തളിപ്പറമ്പും, ഈ സിനിമയുടെ ഭാഗമായിട്ട് പ്രോപ്പർ കണ്ണൂർ. എനിക്കങ്ങനെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുള്ളത് അവിടുത്തെ അമ്പലങ്ങൾ, അവിടുത്തെ ഒരു മുത്തപ്പൻ, പിന്നെ തെയ്യം, ഭക്ഷണം. നമ്മളവിടെ ഇല്ലാത്ത കൂടുതൽ തെയ്യം ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ തെയ്യം കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നും ഉണ്ടെന്ന് അറിയില്ലല്ലോ. ഇത് പുലർച്ചെ പോയിട്ട് കണ്ടനാർക്കേളം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ തെയ്യം കാണുമ്പോൾ നമുക്ക് ഭയങ്കര, ശരിക്കും ആ തെയ്യത്തിൻ്റെ ഒക്കെ എൻട്രി വരുമ്പോൾ തന്നെ ഭയങ്കര ഗൂസ്ബമ്പായിരുന്നു. നമുക്കൊരു നമുക്കത് ഒരു പ്രത്യേക നമ്മൾ എൻ്റെ ഒരു പാർട്ടാവുന്ന പോലത്തെ ഒരു ഫീലൊക്കെ ആയിരുന്നു. അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇതുവരെ ജീവിതത്തിൽ തെയ്യം മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു കേരളത്തിൽ നമ്മൾ ജീവിച്ചിട്ട് തെയ്യം കണ്ടില്ലെങ്കിൽ പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് അത്. നമ്മളത് കണ്ടില്ല, നമ്മൾ പുറത്തുള്ളത് കാണുന്ന മെയിൻ സാധനങ്ങൾ നമ്മൾ. എന്റെ നാട് അങ്ങ് മണ്ഡലായിട്ടാ, ഇടുക്കിയില്. ഞങ്ങളെല്ലാം അങ്ങോട്ടാ വരുന്നത് കാണാൻ വേണ്ടിട്ട്. തെയ്യം കാണാനോ? അല്ല, മറ്റേ കാഴ്ചകൾ കാണാൻ. ഞങ്ങളായിട്ട് തെയ്യമില്ല, കാഴ്ചകൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് കാണാൻ വരാം. എപ്പോഴും ഞാൻ വെൽക്കം ചെയ്യുന്ന എന്റെ നാട്ടിലേക്ക്. അതെ, ഞങ്ങളുടെ ഇടുക്കിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്തായിരിക്കും? ഇടുക്കിയിൽ കാലാവസ്ഥ ഭയങ്കര ഇഷ്ടമാണ്. ഇടുക്കിയിലെ മനുഷ്യന്മാരെ എല്ലും കപ്പയും അല്ലേ? എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഇടുക്കിയിലൊക്കെ ഉള്ള. എല്ലും കപ്പയും കട്ടൻ കാപ്പിയും, അതാണ് നമ്മുടെ മെയിൻ സാധനം. പിന്നെ ഷൂട്ടിംഗ് മെയിൻ ലൊക്കേഷൻ തൊടുപുഴ, മറ്റേ കോളേജ്, മരിയൻ കോളേജ്, അങ്ങനെയൊക്കെ ഉള്ള വാഗമൺ. മരിയൻ കോളേജിലെ മറ്റേ അടിനാശം വെള്ളപ്പൊക്കം പണം ചെയ്തായിരുന്നു. ചേട്ടാ, സ്ക്രിപ്റ്റാണ് ഇഷ്ടം എന്നറിയാം. സ്ക്രിപ്റ്റിലൂടെ സിനിമയിലേക്ക് വരണം, അങ്ങനെ ഒരു ആഗ്രഹമാണ്. അപ്പൊ പൂർണ്ണമായിട്ടും സ്ക്രിപ്റ്റ് ചെയ്യണ ഒരു സിനിമ എപ്പോൾ പ്രതീക്ഷിക്കാം? നമ്മൾ എപ്പോഴും പരിപാടികളൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ കാര്യമാണല്ലോ, പല സിനിമകളും ഇപ്പം ഷൂട്ട് നടക്കുന്ന പടത്തിൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് 4 വർഷം മുമ്പ് കംപ്ലീറ്റ് ചെയ്തതായിരിക്കും. നമ്മളത് ഒരു പ്രൊഡക്ഷനായി, ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഡേറ്റായി, എല്ലാവരെയും കൺവിൻസ് ചെയ്ത് സ്ക്രിപ്റ്റ് പറഞ്ഞ് പിന്നെ ഇവരെല്ലാം ഒന്നിപ്പിച്ച്, അത് ഭയങ്കര ഒരു പരിപാടിയാണത്. പെട്ടെന്ന് അങ്ങനെ സെറ്റാവത്തില്ല. അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, നമ്മൾ കണ്ടിന്യൂസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയും പെട്ടെന്ന് നടക്കണമെന്നാണ് ആഗ്രഹം. ചെയ്യുമ്പം എത്തരത്തിലുള്ളൊരു സിനിമയായിരിക്കും ചെയ്യാൻ പോണേ? പ്രണയമാണോ, അല്ലെങ്കിൽ സീരിയസ് ആണോ, ഫാമിലി ആണോ, അങ്ങനെ എന്ത് ടൈപ്പ് ആയിരിക്കും ചെയ്യാൻ ഇഷ്ടമുള്ളത്? ഇത് എല്ലാ സംഭവങ്ങളും കൂടെ പോകുന്ന ഒരു പരിപാടി ചെയ്യണമെന്നാണ് ആഗ്രഹം. പിന്നെ കോമഡി അങ്ങനെ പരിപാടികൾ കാണാനുള്ള ആളുകൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. അങ്ങനല്ല, എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആദ്യ പരിപാടിയൊക്കെ അങ്ങനെ ചെയ്യണമെന്നാണ് ആഗ്രഹം. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര ഫണ്ണായിട്ട് തോന്നുന്നു, പക്ഷെ എനിക്കിപ്പം കുറച്ചുകൂടി സീരിയസ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇങ്ങനെയായിരുന്നോ ലൊക്കേഷൻ? പക്ഷേ ഫുൾ ടൈം ഇതിനേക്കാൾ അപ്പുറമാണ്. കുറച്ച് സമയം കൊടുത്താൽ നിങ്ങൾ ട്രോളാറുണ്ടോ ഇതുപോലെ? ഭയങ്കര രസമായിരുന്നു. അതായത് ഒന്നിച്ചായിരുന്നല്ലോ, ഞങ്ങൾ താമസിക്കുന്ന ഒന്നിച്ച്, രാവിലെ ലൊക്കേഷനിൽ ഒന്നിച്ച്, ഫുൾ ടൈം. അവിടെ നടന്ന ഏതെങ്കിലും ഇൻസിഡന്റ് പിന്നീട് ആളുടെ വീഡിയോസിലൂടെ നിങ്ങൾ കാണാൻ സാഹചര്യം ഉണ്ടായിരുന്നു? അദ്ദേഹം ചെസ്റ്റ് പീസ് മാത്രമേ കഴിക്കൂ. ജിമ്മനായതുകൊണ്ട് വീട്ടിൽ പോയിട്ട് 2 ചെസ്റ്റ് പീസ് കൊടുത്തില്ല പുള്ളി. ഇവിടെ ഷൂട്ട് നടക്കുന്നത് പ്രശ്നമായോ? ഓർഡർ ചെയ്ത് ഒരു ഫുള്ളാണ്, അതിലൊരു ചെസ്റ്റ് പീസ് അല്ല. പുള്ളി പറഞ്ഞോട് ചോദിച്ചു, അപ്പൊ അവര് പറഞ്ഞു
ഒരാൾക്ക് 2 തരാൻ പറ്റില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു എന്നാൽ പുറത്ത് പോയിട്ട് വേറൊരാളെ എന്നിട്ട് ഒരു ഓർഡർ ചെയ്യാം. അപ്പോൾ വേറൊരാളല്ലേ അയാൾക്ക് ആ ചെസ്റ്റ് പീസ് നമ്മുടെ അതിനെയും ഇതിനകത്ത് ചേർക്കും, നാളെ ഉണ്ടാവും അടുത്ത കണ്ടന്റ്. ശ്രീകാന്താണ് ഇപ്പം ഏറ്റവും റെലവെന്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കണ്ടന്റ് വേടനാണ്. വേടന്റെ രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത്. ഒരു പക്ഷെ വേടന് റിലേറ്റ് ചെയ്തിട്ട് ഒരു കണ്ടന്റ് ഞാൻ കണ്ടില്ല. ഞാൻ പലപ്പോഴും സെർച്ച് ചെയ്ത് നോക്കി. എന്തുകൊണ്ടാണ് വേടന്റെ കണ്ടന്റ് വരാതിരുന്നത്? ചേട്ടന്റെ രാഷ്ട്രീയം എങ്ങനെയായിരിക്കും? എൻ്റെ രാഷ്ട്രീയം വെച്ചാൽ ലഹരി ഉപയോഗിക്കുന്ന ഇന്ത്യയിൽ ശിശാർഹമാണല്ലോ. അപ്പോൾ പുള്ളി അത് തന്നെയാണല്ലോ പറഞ്ഞത്. ഞാൻ ചെയ്തതൊക്കെ തെറ്റാണെന്ന് പുള്ളി പുറത്ത് വന്നിട്ട് പറയുന്നത്. പുള്ളിയുടെ പാട്ടുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പുള്ളിയുടെ ഭയങ്കര ഫാനാണ്. അങ്ങനെ അപ്പോൾ പുള്ളി പാട്ടുകൾ ഇഷ്ടമാണ്. അല്ലാതെ എനിക്കത് കൂടുതൽ പറയാനൊന്നുമില്ല. ഇപ്പം ഇന്ത്യയിലൊരു നിയമമുണ്ട്, ലഹരി ഉപയോഗിക്കാൻ പാടില്ല. അപ്പം അതിനനുസരിച്ച് പുള്ളി ഇപ്പോൾ അറസ്റ്റിലായി. പുള്ളി അതിന് തിരിച്ചു വന്നു. ഇനി പുള്ളിയുടെ പാട്ടുകൾ വീണ്ടും കേൾക്കും. ബാക്കിയൊക്കെ പുള്ളിയുടെ കാര്യമാണല്ലോ. ഒരു ഡയറക്ടറും കൂടി ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ റൈറ്റർ എന്നുള്ള രീതിയിലൊക്കെ വരാൻ പോവുകയാണ്. അപ്പം ഇപ്പോൾ ഈ ലഹരി വിഷയം ഇറങ്ങിയ സമയത്ത് പല ഡയറക്ടേഴ്സും അല്ലെങ്കിൽ നടിമാരൊക്കെയും പറഞ്ഞു ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരോടെ ഇനി അസോസിയേറ്റ് ചെയ്യില്ല, ഇനി വർക്ക് ചെയ്യില്ല എന്നൊക്കെ. അപ്പം ചേട്ടൻ അങ്ങനെ ഒരു തീരുമാനമുണ്ടോ? ഏതാ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരോടെ? ഒന്നാമത്തെ കാര്യം, ഞാൻ ലഹരി ഉപയോഗിക്കാറില്ല ഒരു തരത്തില്ല. മദ്യവും അങ്ങനെയുള്ള പരിപാടികൾ ഞാൻ ലഹരി ഉപയോഗിക്കാറില്ല. അങ്ങനെയുള്ള പരിപാടികൾക്ക് ഞാൻ പോകാറുമില്ല. അപ്പം അത് ഇപ്പം മദ്യം ഉപയോഗിക്കുക ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണല്ലോ. ഇപ്പം നാട്ടിൽ ലഭിക്കുന്ന നമുക്ക് നിയമപരമായി ഉപയോഗിക്കാൻ പറ്റുന്ന ലഹരി ഉപയോഗിക്കുന്നതിൽ എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. അത് അവരുടെ പേഴ്സണൽ ചോയ്സാണ്. ഞാൻ ആ സദസ്സുകളിലേക്ക് പോകാറില്ല എന്നേ ഉള്ളൂ. അങ്ങനെ അപ്പം പ്രണയപൂർവ്വം അടുത്ത ദിവസങ്ങളിലേക്ക് തിയേറ്ററിലേക്ക് എത്താണ്. പ്രേക്ഷകരിലേക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ഏകദേശം പറഞ്ഞു. നിങ്ങൾക്ക് എന്താണ് പേഴ്സണലി പറയാനായിട്ടുള്ളത്? പേഴ്സണലി ഈ പടം എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മൾ പുതിയ ആൾക്കാരാണ്. അപ്പം എന്തായാലും പുതിയ ആൾക്കാരെന്ന് പറയാൻ കാരണം എനിക്ക് നമ്മൾ പുതിയ ആൾക്കാരാണ്. ചില ആൾക്കാർക്ക് എല്ലാവർക്കും നമ്മൾ അറിയില്ലല്ലോ. അപ്പം അങ്ങനെ പറയുന്നത് ഇത്രയും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു സീരിയൽ ചെയ്ത വ്യക്തി, സിനിമകളും ചെയ്ത വ്യക്തി, വീണ്ടും ഞാൻ പുതിയ ആളെന്ന് പറയുമ്പോൾ പ്രേക്ഷകരെ ഇവൻ വീണ്ടും പുതിയതോ എന്ന് പറയുന്നു. അതിലെന്താ കാര്യം? അല്ല, അങ്ങനെയൊന്നുമില്ല. കാരണം ഞാൻ ആഗ്രഹിച്ചത് ഇപ്പം സീരിയൽ എന്ന് പറഞ്ഞത് ആണല്ലോ വന്നിന്. സിനിമ എന്ന് പറഞ്ഞ ഒരു മേഖല തന്നെയാണത്. അപ്പം അതിൽ ഒരു ഹിറ്റ് സംഭവിക്കുന്നത് വരെ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാണ്. അങ്ങനെയാണ്. ഞാൻ എന്നും പുതിയതാ. ചെസ്റ്റ് പീസ് ചോദിച്ച പോലെ ഞാൻ എന്നും പുതിയതാ. ഓരോ മേഖല മാറുമ്പോഴും അതിന് ഇതുണ്ടല്ലോ. ഇപ്പൊ നമ്മള് UP സ്കൂളിൽ ഹൈസ്കൂളിൽ പോകുമ്പോൾ നമുക്കത് പുതിയതാണല്ലോ അല്ലേ? എല്ലാം ഡിഫറെന്റ് മേഖലയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു ലെവലിൽ എനിക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴും നമ്മൾ അറിയുന്ന ജനങ്ങളാകെ ഒരു 10% താഴെയുള്ളൂ. അപ്പോൾ നമ്മൾ സിനിമാക്കാരെന്ന് പറഞ്ഞാൽ ഏത് സിനിമ നോക്കുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടപ്രകാരം പേരുണ്ട്. അവരെ മെജോറിറ്റി. നമുക്ക് അങ്ങനെ സത്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല. നമുക്കിപ്പോഴും സ്റ്റാർട്ടേഴ്സ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സൂപ്പർ ശരണ്യൊക്കെ ചെയ്ത മാഷിനെ ആരെങ്കിലും മറക്കുമോ? ശരിക്കും അത് കാണാത്ത എത്രയോ പേരുണ്ടെന്നറിയോ കേരളത്തിൽ? പിന്നെ കേരളത്തിൽ സ്ഥിരമായിട്ട് തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്ന ആൾക്കാരുടെ പെർസെൻറ്റേജ് 8% താഴെയാണ്. പലതരം ഓഡിയൻസ് സിനിമകൾ കാണുന്നവരുണ്ട്. നമ്മൾ ടിവിയിൽ പറഞ്ഞ മാധ്യമത്തിലൊക്കെ വരുമ്പോഴാണ് കൂടുതലും വിസിബിലിറ്റി. TV ഓഡിയൻസ് ഉണ്ട്. വേറെ TV ഓഡിയൻസ് ചിലപ്പോൾ നമ്മളെ ഐഡന്റിഫൈ ചെയ്യുന്നവരുണ്ട് ടിവിയിൽ കണ്ടിട്ട്. പല നമ്മളെ ചിലപ്പോൾ സിനിമ നമ്മൾ കണ്ടിട്ടില്ലാത്തവരുണ്ട്. ഞാൻ സിനിമയിൽ എന്താ അഭിനയിക്കാത്തതെന്ന് ചോദിക്കാത്തവരുണ്ട്. അങ്ങനെ പല പല ഓഡിയൻസ് ജോലി നോക്കുന്ന ആൾക്കാരുണ്ട്. ജോലി ഐഡന്റിറ്റി ക്രൈസ് ഇപ്പോഴും ഉണ്ട്. അല്ല, ഐഡന്റിറ്റി ക്രൈസ് ഉണ്ടെന്ന് പറയുന്നു. ചില അമ്മച്ചിമാരുടെ അടുത്തൊക്കെ പോയി പറഞ്ഞിട്ട് എന്താ ജോലി സിനിമയിലാന്ന് പറയുമ്പോൾ വേറെ നല്ല ജോലി ഒന്ന് നോക്കൂടെ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. സിനിമ പ്രാന്താണ്, അങ്ങനത്തെ പ്രശ്നമുണ്ട്. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്? അല്ല, അങ്ങനെ പ്രാന്താണെന്ന് വെച്ചിട്ടില്ല. പക്ഷെ സിനിമയ്ക്ക് ഇപ്പോഴും നമ്മുടെ നാട്ടുകാർക്ക് അതൊരു ജോലിയായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ശരിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രികളിൽ 5ാമത്തെയാണ് സിനിമ. ഇത്രയും വലിയ വ്യവസായമായിട്ടും അതിൽ വർക്ക് ചെയ്യുന്ന ഇത്രയും പ്രൊഫഷണൽസ് ഉണ്ടായിട്ടും ആൾക്കാർ അതിനൊരു ജോലി എന്ന രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറില്ല. അതിലാ കാണുമ്പോൾ ആൾക്കാരെ കാണാൻ ഇഷ്ടമാണ്, സംസാരിക്കാൻ ഇഷ്ടമാണ്, ഫോട്ടോ എടുക്കാൻ ഇഷ്ടം എന്നല്ലാതെ അതൊരു ഇത്രയും വലിയൊരു പ്രൊഫഷനാണെന്നോ അങ്ങനത്തെ ഒരു രീതിയിൽ അക്സെപ്റ്റൻസ് ആൾക്കാരിലേക്ക് അങ്ങനെ എത്തിയിട്ടില്ല. ആൾക്കാർ എന്ത് പറയുമ്പോഴും സിനിമ എന്ന് പറയുമ്പോൾ ഇഷ്ടമാണെങ്കിലും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ആൾക്കാർ പല സ്ഥലങ്ങളിൽ നമുക്ക് ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ നമുക്ക് മറ്റ് ജോലികളെ അപേക്ഷിക്കുമ്പോൾ ഒരു സിനിമാക്കാരെന്ന് പറയുന്നതിലേക്ക് ചില സ്ഥലങ്ങളിലെങ്കിലും ആൾക്കാരൊരു വിമുഖത കാണിക്കുന്നുണ്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.